നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ആദ്യം തന്നെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു പറ്റം ആളുകളുണ്ട്. തൃശ്ശൂർ തളിക്കുളത്തെ അക്ഷയ സെന്ററിലെ ആൾക്കാരും ജീവനക്കാരും ഫാമിലിയാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് ഐറ്റം വേറെയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അടിക്കൈ. ഓക്കെ, കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജൻ ചേട്ടാ ആൻഡ് പ്രജോദ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്തെല്ലാം വിശേഷം? എനർജിയിലല്ലേ? ഫുൾ പൊളി. കിറ്റ് കണ്ട് ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും തയ്യാറാണോ? റെഡിയാണ്. ആദ്യത്തെ സ്കിറ്റ് വിളിക്കട്ടെ. സുധീഷ് പിന്നലൂർ, മനോജ് വലഞ്ചുഴി ആൻഡ് സൂര്യശ്രീ. അടിപൊളി. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതോ. അയ്യോ, എന്നാലും അവക്ക് എങ്ങനെ തോന്നി എന്നെ കളഞ്ഞിട്ട് വേറൊരുത്തനെ കെട്ടിക്കൊണ്ട് പോവാ? സിസ്റ്ററേ, സിസ്റ്ററേ, എന്തോടോ എന്തിനാ ഇങ്ങനെ ഏത് നേരം കിടന്ന് വിളിക്കുന്നത്? വയറ് നോവുന്നു സിസ്റ്ററെ, എന്തെങ്കിലും കൊണ്ട് തരുവോ? ആ വേണം വേണം. പ്രേമമാണ് മണ്ണങ്കട്ട എന്ന് പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളുടെ പുറകിന് പോകുമ്പോ വേണം. വിഷം അടിച്ചെങ്കിലേ അങ്ങ് അനുഭവിച്ചോ. ഇതെന്നെ വേണം. ഞാൻ വിഷം വലിയ അടിച്ചോളൂ, അല്ലാതെ ഇവിടുത്തെ ഡോക്ടർ ഗംഗാധരനെ ഞാൻ കയറി അടിച്ചിട്ടില്ല. ചുമ്മാ എന്റെ അടുത്ത് കിടന്നിങ്ങനെ ദേഷ്യപ്പെടാൻ. സിസ്റ്ററേ, എന്താണോ വയറ് ചൂടെടുക്കുന്നു സിസ്റ്ററെ. എനിക്ക് അതിന്റെ മേളിലെ 2 ഓംലെറ്റ് അടിക്കും. അയ്യോ അയ്യോ, എനിക്ക് വയറ് കത്തുന്നേ. അവളും അവനും ഒരു കാലത്തും ഗുണം പിടിക്കൂല. നീ എന്താണ് ഇവിടെ? ഞാൻ ഇന്നലെ മുതൽ ഇവിടുത്തെ സർജനാടി. സർജനല്ല, ഷർദിലോട് ഷർദിലെന്നാ പറഞ്ഞ. നീ എന്താടി ഇവിടെ? ഞാൻ ചേട്ടനെ നോക്കി വന്നതാ. പ്രേമിച്ച് ചതിച്ചിട്ട് പോയിട്ട് ഏതോ ഒരുത്തനെ കെട്ടിയിട്ട് അവൾ ഇപ്പൊ എന്നെ ഫോളോ ചെയ്ത് വന്നേക്കുവാ. ചേട്ടനെ കാണാൻ വന്നതാ. ഞാൻ നിന്നെ കാണാനൊന്നും വന്നതല്ല, എന്നെ കെട്ടിയ ചേട്ടനെ കാണാൻ വന്നതാ ഞാൻ. എവിടെ നിന്റെ കെട്ടിയോയി? അതാ ഞാനും നോക്കുന്ന എന്ത് ചെയ്യുന്നു. കണ്ട, ഒരാഴ്ച പോലും ആയില്ല കല്യാണം കഴിഞ്ഞിട്ട് അവനെയും കളഞ്ഞു എവള്. നീ കളയൂടി, നീ കളയൂ. അതാണോ ഞാനിപ്പോ പറഞ്ഞത്? എടാ, ഞാൻ ഈ ഫയൽ വാങ്ങിക്കാൻ പോയിട്ട് വന്നപ്പോ ഡോക്ടർ പറഞ്ഞു 19 നമ്പർ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വന്നപ്പോ ഇവിടെ ഒന്നും കാണുന്നില്ല. അവൻ വരണം, അവൻ വരണം. അവന്റെ അടുത്ത് നമ്മളെ എല്ലാ കഥയും ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനൊന്നും പറയല്ലടാ. ഒറ്റൊരുത്തി കാരണമാണ് ഞാൻ ഇവിടെ വിഷമടിച്ച് ഇങ്ങനെ വന്ന് കിടക്കേണ്ടി വന്നത്. അത് നീ പറയരുത്. അതിനെല്ലാം ഉത്തരവാദി നീ തന്നെയാ. ഞാൻ എന്തോ ചെയ്ത്? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, എടാ എന്നെ നിന്റെ വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോടാ. നീ കൊണ്ടുപോയോ? അവിടെ കടമുറി പൊളിച്ചിട്ടേക്കുവാ. എടാ, നിനക്ക് കടയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, കടത്തിണ്ടേലായിരുന്നല്ലോ കിടന്നുകൊണ്ടിരുന്ന. പിന്നെ ഞാൻ എവിടെ കൊണ്ടുപോവാനാ? ഭാഗ്യം, ഇല്ലെങ്കിൽ എനിക്കൊരു AC മിസ്സായി പോയേനെ. കേസിംസായി കാശുള്ളവർ തന്നെ കിട്ടിയപ്പോ അങ്ങ് പോയല്ലേ. നിന്നെ ഡെയിലി ഞാൻ സിനിമ കാണാൻ കൊണ്ടുപോയിട്ടില്ലേ? ഡെയിലി എവിടാടാ സിനിമ മാറുന്നേ? എല്ലാ വെള്ളിയാഴ്ചയല്ലേ സിനിമ മാറുന്നേ? അപ്പൊ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടല്ലോടി. എത്ര തവണ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് പൈസ മൊത്തം ആരാടാ കൊടുത്തോണ്ടിരുന്നേ? ഞാനല്ലേ പൈസ കൊടുത്തോണ്ടിരുന്നേ? പിന്നെ മൊത്തം നീ പറയുന്നേ? അല്ല, നീ കൂടുതൽ ഇങ്ങനെ പൈസയെ കുറിച്ച് പറയല്ലേ. ഞാനും കുറെ പൈസ കണ്ടിട്ടുണ്ട്. നീ എന്തോ പൈസ കണ്ടിട്ടുണ്ടെന്നാ ഈ പറയുന്നേ? എടാ, 2000-ന്റെ ഒരു ₹1 നോട്ട് എടുത്ത് നിന്റെ കയ്യിലോട്ട് വന്നപ്പോ നീ എന്തോ പറഞ്ഞേ? അടിക്കാത്ത ഓണം ബമ്പർ ആണെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചു കയറി കളഞ്ഞവനല്ലോ. അവൻ വരട്ടെ, നിന്റെ കെട്ടിയവൻ വരും. ഞാൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കൂടി. നീ അങ്ങനൊന്നും ഒന്നും പറഞ്ഞു കൊടുക്കില്ലടാ. പറയും, ഉറപ്പായിട്ടും അങ്ങാര് വന്നു കഴിഞ്ഞ് ഇതെങ്ങാനും കണ്ടോണ്ട് വന്ന എന്നെ ഡൈവേഴ്സ് ചെയ്യുവടാ. സത്യമായിട്ടും പറയുക, അവൻ വന്നാൽ ഇത് ഞാൻ പറഞ്ഞിരിക്കും. നീ എങ്ങാനും പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പറയും, നിന്നെ ജിഞ്ചിൻ ചായി കൊല്ലും. പറയണ ജിഞ്ചിൻ ചായി കൊല്ലൂന്ന്. അങ്ങനെങ്ങാനും ചെയ്താൽ ദൈവം നിന്നെ ചിച്ചിക്കും. ദൈവം ചിച്ചിക്കും. ഞാൻ പറയട്ടെ, നമുക്ക് രണ്ടുപേർക്കും സെയിം വേവ് ലെങ്ത്. നമുക്ക് അങ്ങ് ഒന്നായിക്കൂടെ? കൈയെടുത്ത് ഡൈവേഴ്സ് ചെയ്യൂ, അല്ലെങ്കിൽ എന്നെ ചേട്ടനെ കണ്ടോണ്ട് വന്നു കഴിഞ്ഞു മാറിയിരിക്കുന്നേ. അയ്യോ, ഇവിടെ നിൽക്കുവായിരുന്നു. അയ്യോ, ചേട്ടൻ അവിടെ പോയേക്കുമായിരുന്നു. ഞാൻ ആ ലിഫ്റ്റിൽ മേലോട്ടും താട്ടും പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മുടെ ബെഡ് അവിടെ നിന്ന് ഇവിടെ ഒരു നടന്ന് കൂളായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പിടിക്കണം. ഹലോ, എന്താ പറ്റി കിടക്കുവാ? പ്രസവിച്ച് കിടക്കുന്നു. കുഞ്ഞാണാന്നോ പെണ്ണാന്നോ? വാ കാണിച്ചു തരാം. കാണിച്ചെന്നാ പെണ്ണാന്നോ ആണോന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? ആരോടാ തർക്കൂത്തര കൊമേഡിയൻ? നിനക്ക് അങ്ങനെ തന്നെ വേണോടി. നിനക്ക് കിടുക്ക് തർക്കൂത്തര കൊമേഡിയനെ കിട്ടിയേക്കുന്നത്. എന്താ പറ്റിയതാ? അത് എന്നാ ഞാനേ
എലിക്കേക്ക് എടുത്ത് കഴിച്ചതാ. ഓ മുടിച്ച കൊതിയനായിരുന്നല്ലോടാ നീ. എന്തുവാ എലിക്കാക്ക് എടുത്ത് നിന്നത്? അതല്ലെന്ന് എലി വിഷം കഴിച്ചെന്ന്. എലി വിഷം കഴിച്ചെങ്കിൽ എലി വന്ന് ഇവിടെ കിടക്കണം, അല്ല നീ അല്ല ഇവിടെ വന്ന് കിടക്കേണ്ടത്. ചേട്ടനോട് ഡോക്ടർ പറഞ്ഞില്ലോ അധികമായിട്ടൊന്നും സംസാരിക്കരുതെന്ന്. ഡോക്ടർ നിന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടേനായിരുന്നു. അതെ, കുറച്ചു മുമ്പ് ഒരു സാധനം പറഞ്ഞെന്തോ? അല്ല എലി വന്ന് കിടക്കണം, ഇയാളല്ല ഇവിടെ വന്ന് കിടക്കേണ്ടതെന്ന്. ഇനി അതുപോലത്തുള്ള സാധനങ്ങൾ വല്ലതും ഉണ്ടോ? ആ ചിലപ്പോ വരും, അത്ര സാധനം വരും. അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് വാർഡ് മാറി കിടക്കാനാണ്. ഓ, ഞാൻ അങ്ങോട്ട് വരും. ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഇത് അടിക്കും, ഞാൻ ഇത് അടിക്കും. അങ്ങനെ ഉണ്ട് സ്വഭാവം. ചേട്ടൻ എന്തിനാ ഈ ദീപുവിനോടൊക്കെ സംസാരിക്കാൻ പോകുന്നേ? മുമ്പേ സിസ്റ്റർ വിളിക്കുന്ന കേട്ടായിരുന്നു. ഓ മുംബൈ സിസ്റ്റർ ദീപു എന്ന് വിളിക്കുന്ന നീ ഇവിടെ നിന്ന് കേട്ടോ? അങ്ങനല്ല ചേട്ടാ, ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോഴേ ഒരു സിസ്റ്റർ ചോദിക്കും ഇവിടെ കിടക്കുന്ന ദീപു ഏതാ ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ടെന്ന്. അപ്പൊ ഇയാൾ പറയാം അയാളാ ദീപുന്ന്. എനിക്ക് ഇയാൾ അറിയത്ത പോലും ഇല്ല. എനിക്ക് ഒട്ടും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാ ഈ പെങ്ങളിനെ ഇവിടെ വെച്ച് കാണുന്നത് പോലും. മിസ്റ്റർ ദീപു, നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്നു കാണുമ്പോഴാണ് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ദീപു ഒരു കാലത്ത് ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് വരണം കേട്ടോ. വരാ. എന്താ പേരെന്തായിരുന്നു? എന്റെ പേര് KK ഉത്തമൻ. ഇടുക്ക് പേര്. ഇത് മീനാക്ഷി അല്ലേ? അല്ല മീനാക്ഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയാം? അല്ല ഇത് കുറച്ചു മുമ്പ് മറ്റേ മുംബൈ കോമഡി ഇല്ലേ, അതുപോലെ ഞാൻ കേട്ട് സംസാരിച്ചപ്പോ മീനാക്ഷിയാണെന്ന് അറിഞ്ഞതാ. പിന്നെ എന്തു പറ്റിയതാ? ഇയർ ബാലൻസ് തെറ്റിയതാണ്. ഏത് ഇയറാ? 2024. 24? അല്ല ഏത് ഇയറാന്ന് ചോദിച്ചേ? ഈ ഇയറാണോ എന്ന് ചോദിച്ചതാ. അതറിയാൻ വേണ്ടി ഇവിടെ വന്ന് കിടക്കുന്നത്. ആണോ? എവിടെ പോയപ്പോഴാണ് ഇങ്ങനെ ഇയർ ആയത്? അതെ, ഞാനും വാവാച്ചിയും. വാവാച്ചിയോ? ഇവളെ ഒരു വാവിന്റെ എന്നാ ഞാൻ കണ്ടത്, എന്നിട്ട് പേരാ വാവേന്ന. ഭാഗ്യം അവൻ ദീപാവലിക്ക് അവളെ കാണാത്തത്. അല്ല എന്താണ് നിങ്ങൾ എവിടെ പോയെന്നാ പറഞ്ഞേ? കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച ആയില്ലല്ലോ. ഞങ്ങൾ ഈ ഹനുമൂണിന്റെ ഒക്കെ ഭാഗമായിട്ടേ ബീഹാലാലിലൊക്കെ പോയിട്ടേ വെളിയിൽ ഇങ്ങനെ വട്ടം കറങ്ങി വരുന്നൊരു സാധനമുണ്ട്, തൊട്ടി. അതേ കയറിയപ്പം എനിക്ക് തല കറങ്ങി വീണതാ. അണ്ണ അതിന്റെ മണ്ട കേറിയാ? അല്ല ഇവള് കേറി, അത് കണ്ടിട്ട് ഞാൻ തല കറങ്ങി വീണതാ. അടിപൊളി പറ്റിയാണ് തന്നെയാണ് നിനക്ക് കിട്ടിയത്. ഇനി ഞങ്ങൾ പോകാൻ നിൽക്കുന്നത് എവിടെന്നറിയാമോ? എവിടെ ഹണിമൂൺ ഇനി നിൽക്കുന്നത്? ബാംഗ്ലൂരിലാ പോകുന്നത് ഞങ്ങൾ ഇനി. ബാംഗ്ലൂർ എന്നാ ചേട്ടൻ? അവിടെ ഒന്നും പോകണ്ട, അവിടെ ഒരുപാട് പോയിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ ആദ്യമായിട്ട് പോവാൻ പോവാ. ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണോ? അതെ ഒരുപാട് ആൾക്കാരുണ്ട്, അതാണ് പറഞ്ഞത്. ഒരുപാട് ആൾക്കാരുണ്ടോ? അതാ പോകുന്നില്ല, എന്റെ ബാബ എവിടെ മിസ്സായി പോകും. ചേട്ടാ ഞാനേ മുന്തിരി തരട്ടെ ചേട്ടാ. മുന്തിരിതാ ചേട്ടാ. എന്താ കല്യാണം ഇത്ര അങ്ങ് ലേറ്റ് ആയത്? അതെ, എന്റെ അമ്മയ്ക്ക് ഒരുപാട് പ്രായമായിരുന്നു. അപ്പൊ അമ്മയെ നോക്കാൻ കിട്ടിയതായിരിക്കും. അതൊന്നല്ല, ഈ പള്ള ചുമ്മാ കൂട്ടാനും കറിക്കാതെ ഉപ്പ് പൊടിയാന്ന് പറഞ്ഞിട്ട് ഉപ്പ് പൊടിയൊക്കെ വാരി ഇടുവാന്നേ. അതുകൊണ്ടാ ഇപ്പൊ ഇവളാകുമ്പോ ഉപ്പൊക്കെ ഇട്ട് നല്ല കറിയൊക്കെ ഉണ്ടാക്കി തരുമല്ലോ. അതല്ലേ, ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കുമല്ലേ? എന്തൊക്കെ പിന്നെ എനിക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. സാമ്പാർ, അവിയല്, തോരന്. ഇന്നലെ വെച്ച സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? സാമ്പാറായിരുന്നു അത്. അടിപൊളി സാധനമായിരുന്നത്. കൂടുതൽ പാര വെക്കാനായിരിക്കും പുള്ളിക്കാർക്ക് ഇൻട്രസ്റ്റ്. പാര നമ്മള് കറി വെക്കുന്ന സാധനം ഇല്ലയോ? അത് പാരയല്ല, അത് കേര. പാര ആയാലും എന്ത് കേര ആയാലും എന്ത് നമുക്ക് കഴിച്ചാ പോരെ, അല്ലാതെ റേഷൻ കാർഡിനകത്ത് പേര് ചേർക്കാനൊന്നും അല്ലല്ലോ. കോമഡി കോമഡി കോമഡി. അല്ല എങ്ങോട്ടെങ്കിലും പോണോ? എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പോകാം. എങ്ങനെയും പോകാം. ദീപുവിനോട് പറഞ്ഞ കൊടുക്കടി. ദീപുവിന് ഞാൻ കൊടുക്കാനോ? ഇവരോട് കൊടുക്കും, നമ്മുടെ ആളല്ലേ ചെറുക്കല്ലേ, കൊടുക്ക. വിഷം വല്ലതും തന്നെ. അടിപൊളി സാധനം. ഒരു പഴം കൂടെ താങ്ങോ ചേട്ടാ? പഴം അവന് കൊടുക്കും പഴം. ഹലോ മിസ്റ്റർ ദീപു, 1 മിനിറ്റ്, ഞാൻ ബാത്റൂമിൽ പോയിട്ടെ ഷൂ വെച്ചിട്ട് വരാം. ഷൂ മാത്രം ഉണ്ടോ? ചെരുപ്പും കൂടി വേണ്ട വെക്ക്. പോയിട്ട് വരട്ടെ, നമ്മുടെ കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയും. നീ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എങ്ങോട്ടേലും പോടാ. വേറെ ഈ വയ്യാടക്കം ഞാൻ വേറെ ഹോസ്പിറ്റലിലോട്ട് പോകണം. ഞാൻ സ്വർണ്ണമൊക്കെ തരാം, നീ ഇതും കൊണ്ട് പോയി വേറെ വലിയ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവിച്ചല്ലേ. ഇനി കള്ളൻ എന്നുള്ള പേര് കൂടി എനിക്ക് വേണം അല്ലേടി? ദീപു നീ പറഞ്ഞു കൊടുക്കല്ലടാ. ആ മനുഷ്യൻ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് 5-6 ദിവസമേ ആയിട്ടുള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജീവിതം തൊലഞ്ഞിട്ട് ഞാൻ വരുമ്പോ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കരുത്. പറയുമോ? പറഞ്ഞോ നിന്നെ ഞാനുണ്ടല്ലോ. ഞാൻ പറയും. പറയല്ലടാ ദീപു. ബാ, ഞാൻ ബാത്റൂമിൽ കൊണ്ടോ. അതിനല്ല, ഞാൻ അണ്ണന്റെ അടുത്ത് ഒരു കാര്യം പറയണം. ഞാൻ വന്നപ്പോ മുതലേ ഒരു പെണ്ണ് എന്നെ പ്രേമിച്ച് അച്ഛന്ന് പറഞ്ഞില്ലേ? അവളൊന്നും ഗുണം പിടിക്കത്തില്ല. അവളൊന്നും അത് ആരെന്നറിയാമോ? ആരാ? അണ്ണന്റെ ഈ നിൽക്കുന്ന ഭാര്യ. ബാവേ, പ്രായമായപ്പോഴും ഞാൻ കല്യാണം കഴിച്ച എന്തിനാന്നറിയാമോ? ഗമ കാണിക്കാൻ. എന്നിട്ട് നീ എന്നെ ചതിച്ചില്ലേടി. നിന്നോട് ഞാനൊന്നും ചോദിക്കത്തില്ല, ഇവരോട് ഞാൻ ചോദിക്കും.
സത്യമാണോ ഇതൊക്കെ? സത്യമായിട്ട് ഞങ്ങള് തമ്മിൽ പ്രേമത്തിലായിരുന്നണ്ണ. ഇതൊന്നും ആരോടും പറയല്ലോ, എനിക്ക് ഭയങ്കര നാണം കേടാ. നല്ല ഉഗ്രൊരു കൈഡി അടിപൊളി. നസീർക്ക നല്ലതായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ മോശമല്ലായിരുന്നു, ഗംഭീരവും അല്ല, കൊള്ളാമായിരുന്നു. കുറച്ചുകൂടെ മുമ്പേ മനോജ് വരണമായിരുന്നു എന്നൊരു തോന്നൽ വന്നു കേട്ടോ. കാര്യം അവിടെയാണ് കളി മൊത്തം കിടക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അതിൻ്റെ മൊത്തം റിക്കവർ ചെയ്യേണ്ടത് പുള്ളി വന്നതിന് ശേഷമാണ്. അപ്പോൾ കുറച്ചുകൂടെ മുമ്പേ വന്നിരുന്നാൽ കുറേയും കൂടെ ചിരിക്കായിരുന്നു. പിന്നെ എൻഡ് കുറച്ചുകൂടി ഒന്ന് നന്നാക്കുമായിരുന്നു തോന്നുന്നു. അവിടെ ആ എൻഡിൽ വന്നപ്പോൾ ഒന്നും അല്ലാത്ത രീതിയിൽ അങ്ങ് ക്ലൈമാക്സ് ആയിപ്പോയി. അത്യാവശ്യം നല്ലോണം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു നസീർക്ക. ഷാജു ചേട്ടാ. സുധീഷ്, സൂര്യ, മനോജ് നന്നായിരുന്നു. നല്ല രസമുള്ളൊരു സ്കിറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് മാത്രം പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. അപ്പോൾ കാര്യം വേറെ എന്തൊക്കെയോ ഉണ്ടെന്നും കൂടി പ്രതീക്ഷിച്ചു നമ്മൾ, മനസ്സിലല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു മനോജ് വന്നതിന് ശേഷം സുധീഷിനെ പറ്റി ചോദിച്ചായിരുന്നു, എന്താ പറ്റിയെന്ന് വല്ലതും ചോദിച്ചോ? ഇങ്ങനെ ഒരു പെൺകുട്ടി ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നോ? അത് പറഞ്ഞില്ല, രക്ഷപടിച്ചാന്ന്. അതിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതാണ്, അത് പറഞ്ഞില്ല. ഇടയ്ക്കെന്തോ മിസ്സിങ് ഒരു സംഭവം മിസ്സായിപ്പോ. അതാണ് അതുകൊണ്ടാണ് ലാസ്റ്റ് സുധീഷ് പറഞ്ഞത്, എന്നെ ഒരു പെൺകുട്ടി ചതിച്ചാന്ന് പറഞ്ഞില്ലേ, അത് സാറിന്റെ ഈ ഭാര്യയാന്ന് പറഞ്ഞപ്പം ആദ്യം പറഞ്ഞില്ല. അതാ ഞാൻ ചോദിച്ചത്. ഉണ്ടായിരുന്നു അത്. പുള്ളി പറയുമ്പോ ഞാൻ അവളെ പ്രാകുന്ന സംഭവം ഉണ്ടായിരുന്നു. അതാണ്. അപ്പൊ അത് ലാസ്റ്റ് ഒന്ന് പ്രാകുകയും ചെയ്തു. ഞാൻ ആദ്യം ഇല്ല. അപ്പം അങ്ങനെ എന്തൊക്കെയോ ഒന്ന് മിസ്സായതുപോലൊക്കെ തോന്നി. പിന്നെ മനോജ് ഭയങ്കരമായിട്ട് ആക്ടിങ് വേറെ ലെവലിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഓരോ ക്യാരക്ടറും വേറെ പരിപാടിയായിട്ട് പിടിച്ചിരിക്കുക. ഇപ്പം വേറൊരു ശൈലി പിടിച്ചിട്ടുണ്ട്, അത് ഉഗ്രനാണ് കേട്ടോ. അത് അന്ന് കീപ്പ് ചെയ്തോണം. എല്ലാ ക്യാരക്ടേഴ്സ് ഇതേപോലെ നല്ലതാണ്. സൂര്യശ്രീ ആസ് യൂഷ്വൽ നന്നായിരുന്നു. ഇന്നിവരോടൊപ്പം അടിപൊളിയായിരുന്നു. സുധീഷിനൊരു വ്യത്യാസം തോന്നി കേട്ടോ. സ്ഥിരം സുധീഷ് ഭയങ്കരമായിട്ടൊന്ന് ഒരു ബഹളമൊക്കെ വെച്ചിട്ട് തൊണ്ട ഇടറുന്ന പോലൊക്കെ ഒരു ശബ്ദത്തിൽ അലറി പറയുന്ന പോലൊക്കെ അത് സുധീഷിൻ്റെ ഒരു ശൈലിയാവാം. അങ്ങനെ വെച്ചാൽ പക്ഷേ ഇന്ന് വളരെ കാഷ്വലായിട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. ക്ലൈമാക്സ് ഏരിയ മാത്രമാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തോ ഒരു അത് റിഹേഴ്സലിൻ്റെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം നെക്സ്റ്റ് ടൈം അത് ഉണ്ടാവാതെ കൂടുതൽ പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേട്ടാ മനോജ്, സൂര്യ, സുധീഷേ, നിങ്ങൾക്ക് ആദ്യം കൈയ്യടി തരേണ്ടത് ഇപ്പം നമുക്ക് നിങ്ങൾ ഇപ്പോൾ ഈ സ്കിറ്റ് കളിച്ച് നമുക്കറിയാം ഒരു പകരക്കാരായിട്ട് കളിച്ചാണ്. കാര്യം വേറെ പലരും കളിക്കാനിരുന്നൊരു സമയത്ത് ചില സാഹചര്യം കൊണ്ടൊക്കെ മാറിപ്പോകുന്ന സമയത്ത് പെട്ടെന്നൊരു സ്കിറ്റ് കളിക്കാൻ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിങ്ങളത് എഴുതി അത് നിങ്ങൾ വൃത്തിയായിട്ട് കളിച്ചു എന്നുള്ളത്. അതിനാണ് നിങ്ങൾക്ക് ആദ്യം കൈയ്യടി തരുന്നത്. പിന്നെ ഇപ്പോൾ ഷാജൻ പറഞ്ഞ പോലെ മനോജോട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇനിയിപ്പോൾ സ്കിറ്റ് കളിച്ചാൽ മാർക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, മനോജ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കണം, ഇനി മെയിൻറ്റെയിൻ ചെയ്തു പോകും. അത് നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നൊരു സംഭവമാണ്. ഉഗ്രനായിട്ട് കാര്യം നിങ്ങളുടെ ആ ക്യാരക്ടർ ഭയങ്കര രസമായി. നിങ്ങളുടെ മൂന്ന് പേരുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് അട്ടഹസിക്കുക എന്ന് അതല്ല, അതിലുപരി ഇതിനകത്ത് കണ്ടിരിക്കാനൊരു ഭംഗിയുണ്ട്, ഒരു വൃത്തിയുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് രസിച്ച് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒരു ആശയദാരിദ്ര്യമുണ്ടായി പെട്ടെന്ന് അങ്ങ് നിർത്തിക്കളഞ്ഞു. ഇച്ചിരൂടെ വേണമായിരുന്നു എന്നൊരു ആഗ്രഹിച്ച് പോയൊരു സ്കിറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല ലൈഫായിട്ട് ഇതിന് മുമ്പോട്ട് കൊണ്ടുപോവുക കേട്ടോ. 3 പേർക്ക് വളരെ ദിവസം. താങ്ക് യു ബ്രദർ ചേട്ടാ. ഈ സ്കിറ്റിന്റെ മാർക്സ് ഷാജൻ ചേട്ടാ? ഞാൻ ഇവർക്കൊരു 12 മാർക്ക് കൊടുക്കും. 12,000 രൂപ. പ്രചോദേട്ടാ? ഞാൻ ഒരു 15 രൂപ. 23,000 രൂപയായിട്ടുണ്ട്. കിടക്കുക. ഞാൻ തരാം. ടോട്ടൽ 40,000 രൂപ. അടിപൊളി. ഓക്കെ, കുറച്ചായി. ശരി ശരി ചേട്ടാ, ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം ലെറ്റ്സ് വെൽക്കം ഷെജീർ, ദീപ്തി ആൻഡ് ചിത്തൻ ചേട്ടൻ. എന്നാ പ്രശ്നം? എടാ എന്റെ സ്വാതിയില്ലടാ, ഇത്ര നേരം എന്റെ കൈ പിടിച്ച് നടന്നാടാ, ഇപ്പൊ കാണാനില്ലടാ. നീ ഫ്രീ ആണോ? വാ നമുക്ക് നോക്കിട്ട് വരാ. സാദിയല്ലേ ഞാൻ? എന്റെ സ്വാതി ഇവനാ? ഇവനാണ്. അയ്യടാ, സ്വാതി എന്നൊരു പെണ്ണിന്റെ പേരായിട്ട് പെണ്ണിന്റെ ഇളകി പോകുന്നതായിരിക്കും അല്ലേ? എടാ അത് സ്വാദിഷ് എന്റെ കെട്ടിയവരാണ്. സ്വാതി നീ എന്താണ് ഇവിടെ? എന്റെ സ്വാതി, ഞാൻ സ്വാതിനെ കാണാണ്ട് അന്വേഷിച്ചു വന്നതേ. ഈ പാവം പിടിച്ച കൊച്ചിനെ പാവം പോട്ടട്ടാ, അവനടക്കം ഞാൻ ചീത്ത പറഞ്ഞു സ്വാതിനെ കാണാണ്ട്. ഞാനിവിടെ മൊത്തം കറങ്ങാൻ വേണ്ടി പോയതാണ്. ഭയങ്കര രസമായിട്ട് ഇവിടെ കാണാനായിട്ട്. അതിന് നല്ല രസമായിരിക്കും. എന്റെ ആങ്ങളെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുത്തി വളർത്തി അവിടെ ഇടുമ്പോ അതിന് രസമായിരിക്കും. കഴിഞ്ഞ കൊല്ലം ഞാനും എന്റെ ആങ്ങളെയും കൂടിയാണ്
ഇവിടെ കാർണിവല് കാണാൻ വേണ്ടി വന്നത്. അന്നേരം ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യാൻ വന്നിട്ട് ഇങ്ങേര് എന്നെ അടിച്ചോണ്ട് പോയടാ. എന്റെ ആങ്ങളെ പറഞ്ഞേക്കണ എന്താണെന്നറിയോ? ഇങ്ങേരെ എങ്ങനെ കൺമുമ്പിൽ കണ്ട കുത്തി മലത്തി കളയോന്നാണ്. ശരിയാണല്ലോ, ഇപ്പഴാ ഞാൻ ഓർത്തത്. നമുക്ക് പോവാ. അയ്യോ പോവല്ലേ, ദേ ഇത് കണ്ട് ഇതാരാ നോക്കി. നീ എന്റെ അടുത്ത് സംസാരിച്ചു. ഹലോ, കൈ തന്നല്ല, എന്റെ കൈ നോക്കാവാ. അല്ല ഞാൻ അയ്യോ ഇത് കൈ നോട്ടക്കാരനല്ല. ഓഹോ, അപ്പൊ കാർണിവലിൽ വരുന്ന പെമ്പിളേരെ വായി നോക്കാനിരിക്കുന്ന വായി നോട്ടക്കാരൻ. ഇത് ഫ്ലവേഴ്സിൽ ഇതായിട്ടും വേറെ ആങ്കറാണ് ചെക്കന ജീവ. ജീവാന്നോണ്ടൊരു ജീവല്ലാണ്ടിരിക്കാനുള്ള ഒന്ന് ചിരിക്കന്റെ ബായ്. ചിരിക്കേ അപ്പൊ അത് കേറിയേ. ഒരു കാര്യം പറയണ്ടേ, നിങ്ങൾ ഞാൻ ഈ ഫ്ലവേഴ്സ് ഐറ്റം വരെ പോകുമ്പോഴേ അവരൊരു കണ്ടസ്റ്റന്റ് ഉള്ള അവന്റെ പേര് ഭയങ്കര സ്പീഡിലൊക്കെ കണ്ടല്ലോ, ഷജീർ. അവനൊരു കാര്യം പറയണം. അവൻ എപ്പോ സ്കിറ്റ് കളിച്ചാലും ഒറ്റ മീറ്ററാണ്. അവനോട് ആ മീറ്റർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറയണേ. ഷജീറിന്റെ ആരല്ലോ ആണോ? അത് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഏതാണ്ട് ഒരേ മീറ്ററാ. തിന്നിട്ടാ നീയും പഞ്ഞിമിട്ടായിരുന്നു. സുന്ദരനായിട്ട് അടിപൊളി കണ്ണ്, നല്ല നല്ല പൂച്ചക്കണ്ണ് നോക്ക്. എന്താ മതിയിൽ എന്താണ് സംഭവം? എന്റെ കണ്ണിന്റെ തിളക്കം നോക്കുന്നു. ഇവളിങ്ങനെയാണ്, എന്തെങ്കിലും തിളക്കം കണ്ടുകഴിഞ്ഞാൽ അപ്പൊ അവൾക്ക് ഇളക്കം തുടങ്ങും. അയ്യോ പോവല്ലേ, ജീവയൊക്കെ പിന്നാലേക്ക് നമുക്ക് പോകാം. ജീവ ആരെങ്കിലും പിന്നാലെ മുന്നാലെ പോവേ ചെയ്തോട്ടെ. നീ ആരെ പിന്നാലെ പോകാൻ നിൽക്കണത്? അയ്യോ പിന്നാലെ പോണെന്നല്ല, ഫോട്ടോച്ചില് പിന്നാലെ കാണാൻ പോണ കലാഭവൻ ഷാജോന്റെ ഫിഗറിന്റെ ആൾ വന്നിരിക്കുന്നത്. പക്ഷെ എന്താ കുറവ്, ഡിറ്റോൽ എന്തോ ഒരു കുറവ് പുള്ളിക്കുണ്ട്. അയ്യോ ഫിഗർ ചെയ്യണ ആളല്ല, അത് ശരിക്കും ഷാജോൻ ചേട്ടന്റെ പരിപാടി ഇവിടെ നടക്കണ കോമഡി ഷോ ആണോ? ചേട്ടാ ഞാൻ ടിവിയിൽ കണ്ടിട്ടുള്ളൂ, പക്ഷെ നേരിട്ട് കാണാൻ ആദ്യമായിട്ടാണ്. അടിപൊളിയാട്ടോ, സൂപ്പറാണ്. എന്റെ ആങ്ങളെ വന്നാൽ നിങ്ങളെ കുത്തി മലത്തിക്കളെ സൂക്ഷിച്ചും കൊണ്ട് ഇവിടെ നിന്നോളാം. അതാ ഞാൻ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് പൂവാടി ഇങ്ങോട്ട് വായോ. നമ്മളെന്തിനാ ഇങ്ങോട്ട് ഇപ്പൊ ഇത്ര തിരുത്തി പിടിച്ച് പോണത്? ഇവിടെ 12 മണിക്ക് പപ്പാഞ്ഞിനെ കത്തിക്കും, അത് കാണാൻ ഇവരൊക്കെ ഇരിക്കണ. ഈ ഷാജോൻ ചേട്ടനും എന്റെ ചേട്ടാ, നിങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന ആള്, ഒരു സഹപ്രവർത്തകൻ മറ്റൊരു സഹപ്രവർത്തകനെ കത്തിക്കണമെന്നൊക്കെ ഭയങ്കര മോശം ഉണ്ടോ? 12 മണിക്ക് അപ്പാനി ശരത്തിനെ കത്തിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പപ്പാനിനൊന്നും കത്തിക്കണ്ട, നിന്റെ ചേട്ടൻ വന്ന് എന്റെ കത്തി വെക്കാൻ വേണ്ടി നമുക്ക് പൂവാടി വായോ. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. എല്ലാ വർഷവും 12 മണിക്ക് കത്തിക്കുന്ന പപ്പാഞ്ഞിയെ 3 മണിക്കേ കത്തിക്കുള്ളൂ. കാരണം പപ്പാഞ്ഞിയുടെ താടി ഏതോ ഒരു മെനകെട്ടവും പഠിച്ചോണ്ട് പോയി. അവനെ നിർത്തി കത്തിച്ചിട്ടേ പപ്പാഞ്ഞിയെ കത്തിക്കൂ. ഇതാരാന്നാക്കറിയ പപ്പാഞ്ഞിയുടെ താടിയും കെട്ടുണ്ടത്? അവനൊക്കെ വയറിളകി ചാവും. പഞ്ഞിമിഠായി നടന്ന പപ്പാഞ്ഞിയുടെ താടിയിരുന്നു. ആ പപ്പാഞ്ഞിക്ക് താടി വെക്കുമ്പോ പഞ്ഞി കൊണ്ട് വെക്കണം. ആരെങ്കിലും പഞ്ഞിമിഠായി കൊണ്ട് വെക്കോ? ഇതിനെ ഞാൻ തോട്ടി കൊണ്ട് തോണ്ടിട്ടല്ലേ. നിന്റെ ആങ്ങളെ വരുന്നടി. കക്ഷത്തിൽ വെക്കേണ്ട അല്ല, ചുണ്ടിന്റെ ഉള്ളിൽ വെക്കേണ്ട സാധനമാണത്. കക്ഷത്തിൽ വെച്ചാൽ ആരും ചുണ്ടിന്റെ അടി വെക്കാറില്ലേ? വെക്കുന്ന ആരെങ്കിലും ചുണ്ടിന്റെ അടി വെക്കോടാ? തുടങ്ങി നിന്റെ ആങ്ങളെ തുടങ്ങി. ഒന്ന് കിട്ടി, എനിക്ക് കിട്ടി. ഞാൻ ആരാന്ന് മനസ്സിലാ? VASU വിഷു. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. എടേ നിന്റെ ഭർത്താവിന് ചുണം കൊണ്ട് എന്റെ ഈ മുമ്പിൽ വന്ന് നിൽക്കാൻ പറയടി. വരൂല. എന്നാ അങ്ങേരിക്ക് ചുണങ്ങില്ല. ചുണങ്ങില്ലെന്നാ? ചുണയുണ്ടേ വന്ന് നിൽക്കാനാ പറഞ്ഞത്. എന്നാലും വരൂല. അങ്ങേരിക്ക് ചുണയില്ല. ചുണയമില്ല. ഇവനെ എവിടുന്ന് കിട്ടിയടി നിനക്ക്? കഴിഞ്ഞാലത്തെ കാർണിവലിൽ. നിനക്കറിയാവാ? വാസു ഫ്ലവർ അല്ലടാ, പയറാ. ചെറുപയറാ, വൻപയറാ, മറ്റേ ഉണക്കപ്പയർ. നിനക്ക് നാണമില്ലടാ? കഴിഞ്ഞ കാർണിവൽ വന്ന് എന്റെ പെങ്ങൾ അടിച്ചോണ്ട് പോവാൻ. ഞാൻ അടിച്ചോണ്ട് പോയതല്ല, പിന്നെ എന്റെ സൗന്ദര്യം കണ്ടിട്ട് ഇവൾ എന്റെ കൂടെ ഇറങ്ങി പോന്നാണ്. അയ്യോ അങ്ങനെയൊന്നുമല്ല. അന്ന് കറണ്ട് പോയ സമയത്ത് എന്റെ കൂട്ടുകാരിയാന്ന് പറഞ്ഞ ഇരുട്ടത്ത് കൈ പിടിച്ചോണ്ട് ഓടിയതാണ്. പിന്നെ ഇരുട്ടത്ത് കൈ പിടിച്ച് ഓടുമ്പോൾ എന്താ പറഞ്ഞറിയുമോ? എനിക്കൊരു ജീവിതം എന്താന്ന് ഇവള് പറഞ്ഞത്. അത് ശരി. അപ്പൊ എല്ലാം കൂടെ എന്റെ പെങ്ങളുടെ തലയിലാക്കലടാ.
പൊളിഞ്ഞെടി. ഇത് ഇന്നെ കുറ്റം പറഞ്ഞ സങ്കടം കൊണ്ട് കാരണല്ല. പുള്ളി ആവേശം മുതൽ തുടക്കടിച്ചില്ലേ, നന്നായിട്ട് വേദനിച്ചിട്ട് പുള്ളിക്ക്. നല്ല തൊടേനട്ടോ പുള്ളി, നല്ല ഒഴിച്ചിലാണെന്ന് പുള്ളി അവിടെ കിടന്നു. നീയേ എന്റെ പെങ്ങൾ അടിച്ചോണ്ട് പോയപ്പോ നാണം കെട്ട് നാറി ഞാൻ ഓട്ടോ സൈഡിൽ ഓട്ടോ അടിച്ചോണ്ടിരുന്ന ഞാനിപ്പോ ഗുണ്ട ഏറിയാടാ. കുണ്ടക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഉണ്ടക്ക് ഇണ്ടാ വേണം. ഉണ്ടക്ക് മസ്റ്റായിട്ട് ഇണ്ടയില്ലേ പൊളിഞ്ഞു പോകും. നീ ഒരു കാര്യം ചിന്തിച്ചേ, നീ ഗുണ്ടയുടെ ഇണ്ടങ്ങ് കളയണം. ഗുണ്ടയെ ഞാൻ അവിടെ നടന്നു വരും, നീ വിളിക്കണേ, കാണിച്ചു തരാം. എന്താടി? അയ്യോ ഓടിക്കോ, ഗൂ വരുന്നു, ഗൂ ഗൂ ഗൂ. ഗുണ്ട വട്ടം പൊളിഞ്ഞ് ഗൂന്ന് പറഞ്ഞ നാണം കെട്ട് പോയി ഞങ്ങള്. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഗുണ്ടക്ക് എന്ത് വേണം? ഉണ്ടാ വേണം. അപ്പൊ ഗൂ പ്ലസ് ഇണ്ടാ, ഉണ്ടാ. ഗൂ പ്ലസ് ഇണ്ടാ, ഉണ്ടാ. 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 എടാ മണ്ട, ഞാനിവിടെ മലയാളാക്ഷരം പഠിക്കാനാണോ വന്നത്? അല്ല. അത് ശരി, ഇനി ഇവനോട് സംസാരിക്കുന്നത് ഞാനല്ല, എന്റെ കത്തി ഇവനോട് സംസാരിക്കും. എന്നെ കൊല്ലരുത്. നിന്നെ കൊല്ലുവെന്ന് പറയടാ. ഇണ്ടിപ്പോരു വാസവണ്ണ. എന്റെ ശില്പമോളെ ഈ ശില്പയുടെ കാര്യം പറയരുത്. ഞാൻ എങ്ങനെയല്ല അവളെ കല്യാണം കഴിച്ചതും വിട്ടോട്ടെ. ശില്പയുടെ കാര്യം പറഞ്ഞ് വരരുത്, പറഞ്ഞാട്ടില്ല. എന്താ ഇവിടെ? പോടാ പോടാ പോടാ. അല്ല എന്താണെന്ന് ഇവിടെ? പോടാ പോടാ പോടാ. നിന്റെ ആങ്ങൾക്ക് പ്രാന്താണ്ടാ? ആവേശത്തിന് കുത്തി കയറ്റിയും പോയി പുല്ലി ഊരി വരുന്നു. നിന്റെ ആങ്ങളെ വന്നു സ്റ്റാളും തടിഞ്ഞപ്പോ അവരുടെ കയ്യിൽ നിന്ന് അടി മേടിക്കും പുള്ളി. വാടാ വാടാ. എന്താണ്? ഈ പുല്ല് ഊരുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞ അതെന്താ പ്രശ്നം വെച്ചപ്പോ നിങ്ങൾ പോടാ പോടാ പറഞ്ഞു. ഇത് എത്ര ഉള്ള കാര്യം മനസ്സിലായ? എനിക്ക് ഈ കാരണവല്ല ഇവനെ ഒറ്റക്ക് കിട്ടണമായിരുന്നു ഇവിടെ. ഇവനെ ഞാൻ ഇവിടെ പൂളും. ഇവിടെ തന്നെ പോകണം. ഞാൻ എവിടെങ്കിലും പൂളിക്കണം, നീ ഇല്ലാതിരുന്നാ മതി. ഇവിടെ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറ. എന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയി ശരിയോ തെറ്റോ? ശരിയല്ല. ഞാനല്ലല്ലോ, ഇവരല്ലേ ഞാൻ ഇവിടെ വെച്ചപ്പോ ഇവരല്ലേ ഇങ്ങനെ വെച്ചത്. അപ്പോഴല്ലേ പറഞ്ഞേ ഇതൊക്കെ നാണല്ലേ ഇവനെ വിളിച്ചോണ്ട് എന്റെ മുമ്പിൽ വരാനായിട്ട്. വാസുവണ്ണ, ഞാൻ സത്യം പറഞ്ഞ ഇവിടെ കാർണിവൽ കാണാൻ വന്നില്ലട്ടാ. പിന്നെ ദൂരെ നിന്നാണെങ്കിലും എന്റെ വാസുവണ്ണനെ ഒരു നോക്കി കാണാൻ വേണ്ടി വന്നിട്ട്. ഇന്നലെ വരെ ഇതു മുണ്ടക വയല്, ഇന്നു നിറഞ്ഞു കവിഞ്ഞൊരു കടല്, കണ്ണിൽ കുത്തുമിരുട്ടിൽ നമ്മുടെ സ്വന്തം വഴി. ഇതെന്താടി പുള്ളി ഇങ്ങനെ കരണത്? എന്റെ വാസുവണ്ണ സങ്കടം വന്ന പണ്ടേ ഇങ്ങനെയാണ്. ഒന്നെങ്കിൽ വാതിലിന്റെ മൂലക്കോ ഇന്ന് കണ്ണുമ്പത്തി കയറി, കലമാരുടെ അകത്ത് കയറിയിരുന്ന് വാതിലടച്ചിട്ടിരുന്ന് കയറി. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കട്ടെ, എന്തിനാണ് കരയണത്? എന്തേ എന്തിനാ കരയണെന്ന് പറ. എനിക്ക് എന്തോ പോലെ ഇങ്ങനെ പറഞ്ഞപ്പോ. വാസുവണ്ണ, നിങ്ങളിങ്ങനെ വഴക്കിട്ട് നിൽക്കേണ്ട ആൾക്കാരല്ല. ഒന്നുമില്ല, നിങ്ങൾ അളിയന്മാരല്ലേ, നിങ്ങൾ കൈ കൊടുത്ത് കൂട്ടുകൂട്. അവന് കൈ ഉണ്ടല്ലോ, അവന് തരാല്ല. അവനെന്താ ഇത്ര ഇത്? കൈ കൊടുക്കുന്ന എന്താന്ന് ഞാൻ കൊടുക്കണ്ടല്ലോ, കൈ കൊടുക്കണ്ടല്ലോ. എന്റെ മോതിരം ഊരിനട. ആരെങ്കിലും ഒരു സൈഡിൽ നില്ലടി നീ. രണ്ടുപേരുടെ സ്വന്തമല്ലേ, എനിക്ക് രണ്ടുപേരുടെ കാര്യം നോക്കണം. നിങ്ങൾ തല്ലു പിടിക്കാണ്ട് മാറും നിങ്ങള്. പിന്നെ വഴക്കിട്ടാ നിങ്ങളോട് കൂട്ടുകൂടാനല്ലേ ഞാൻ പറഞ്ഞത്. കയ്യെ കയറി പിടിക്കാലോ, വേണമെങ്കിൽ കാലെ പിടിക്കാം. വാ അളിയാ. മൈക്കിൾ ജാക്സൺ കളിക്കും. നിങ്ങൾ എന്ത് കാണിക്കരുത്. അളിയന്റെ കാല് പിടിക്കാൻ വേണ്ടി ഒന്നാണ് അത് പറയണ്ടേ? അളിയ പറ്റിയത് പറ്റി. ഇനി ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും പറ്റിയല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണം. ഓക്കെ അളിയാ, ഈ കഴിഞ്ഞ നമ്മുടെ ഇതില്ലേ സംഭവം കാർണിവല് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല. ഈ കാർണിവല് നമ്മുടെ വീട്ടിൽ പോയി നമ്മൾ അടിച്ചു പൊളിക്കും. പ്രശ്നങ്ങൾ അങ്ങോട്ട് സോൾവ് ആയി. ഒരു മിനിറ്റ്. ഹലോ, ആണോ? എടി നിന്റെ അനിയത്തിയില്ലേ ശില്പമോള്, ഇവിടെ ബാൻഡി വെള്ളത്തിൽ വന്നവനായിട്ട് ഇറങ്ങിപ്പോയിന്നിപ്പോ. അയ്യോ, ഇവിടെ എന്ത് സ്വഭാവമാണ് ഇവള്? ഒന്നുമില്ലല്ലോ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് ഓർക്കണ്ടേ ഇവള്? ഇന്നലെ കണ്ട ബാൻഡ് സെറ്റുകാരനാണ് ഇന്ന് കണ്ടവൻ. അവനെ കൂടെ അങ്ങനെ പോകാൻ കൊള്ളാമോ? ഒന്നുമില്ലല്ലോ എന്നെ ഓർക്കണ്ടേ, അണ്ണനെ ഓർക്കണ്ടേ, എന്റെ കെട്ടിയനെ ഓർക്കണ്ടേ? ഈ പറയപ്പെടുന്ന ചേച്ചിയെ മൂകാംബി അമ്പലത്തിൽ കൊണ്ടുവച്ച് ഞാൻ 150 തന്നിട്ടാണോ കെട്ടിച്ചത്? അല്ലല്ലോ. അപ്പൊ നിനക്ക് പറയാൻ എന്ത് യോഗ്യത? അല്ല, ഞാനിപ്പോ അതിനെ അനുഭവിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് പറയാം. എന്റെ അളിയാ, ഇനി ഞാൻ ഇവരെ എവിടെ പോയി കണ്ടുപിടിക്കോളിയാ? അളിയൻ പേടിക്കണ്ട അളിയാ. അടുത്ത വർഷത്തെ കാർണിവല്
ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വന്ന പോലെ അവരും വരും. അപ്പൊ നമുക്ക് കോംപ്രമൈസ് ചെയ്താ പോരെ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എല്ലാ വർഷവും കൊച്ചിൻ കാർണിവൽ നടത്തുന്നത് നാട്ടുകാർക്ക് രസിക്കാനാണ് അതോ എന്റെ പെങ്ങന്മാർക്കൊക്കെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണോ? അറിയാ ഉളിയ മിണ്ടരുത്. ഉഗ്രൻ സ്ക്രിപ്റ്റ് ആയിരുന്നു. നല്ലൊരു കൈഡി. പ്രചോദേട്ടാ. ചിത്ത, ഷജീറ്, ദീപ്തി നല്ല ഉഗ്രം പ്ലേ ആയിരുന്നു കേട്ടോ. 3 പേരും നന്നായിട്ട് പ്ലേ ചെയ്തെന്നുള്ളതാണ്. കാരണം ഇതിനകത്തൊരു ചെറിയൊരു കണ്ടന്റാണ്. ആ കണ്ടന്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ തുടക്കം വന്നിട്ട് ദീപ്തി ഇവിടെ വന്ന് ഇവരുമായിട്ട് കുറേ ഇൻട്രാക്ഷൻ, അത് കഴിഞ്ഞ് ജീവയായിട്ട് വന്ന് കുറേ പരിപാടികൾ നടക്കുന്നു. ഷജീർ വരുന്നു, ഷജീർ വന്ന് നിങ്ങൾ തമ്മിലുള്ള കുറേ പ്ലേ ഒക്കെ നല്ല രസമായിട്ട് വന്നു. പിന്നെ ചിത്തൻ വന്ന് ചിത്തൻ്റെ ഗുണ്ട അടിപൊളിയായിരുന്നു. ഉഗ്രനാണ്. അതായത് വലിയ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ ചിരിപ്പിക്കാനുള്ള വലിയ സംഭവങ്ങൾ ഇല്ല. പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് പ്ലേ കുറേ സാധനം നല്ല രസമായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ബാക്കി എല്ലാം എന്താ പറയുന്നത് ഇവർ പറയും. പക്ഷേ ഓൾ ദി ബെസ്റ്റ് 3 പറയും. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ. നല്ല രസമുണ്ടായിരുന്നു സ്കിറ്റ് കണ്ടിരിക്കും. നമ്മൾ ആദ്യം തന്നെ ലാലേട്ടൻ്റെ ചോട്ടാ മുംബൈയിലെ ഡയലോഗ് ഇട്ടപ്പോൾ തന്നെ നമ്മൾ അവിടേക്ക് അങ്ങ് വന്നു. പിന്നെ ദീപ്തിയുടെ ഡാൻസും കാര്യങ്ങളും കൂടെ ഒക്കെ ആയപ്പം കാർണിവൽ സെറ്റായി. പിന്നെ അവിടേക്ക് വരുന്ന ക്യാരക്ടേഴ്സും കാര്യങ്ങളും. പിന്നെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് തൊട്ടു പുറകെ വന്നത് പപ്പാഞ്ഞിയുടെ താടി പിടിച്ചിട്ട് പഠിച്ചവന് അവനെ കത്തിച്ചിട്ടേ പപ്പാഞ്ഞിയെ കത്തിക്കുള്ളൂ, 3 മണിക്കേ കത്തിക്കുള്ളൂ. അതൊക്കെ നല്ല കണക്ഷനും കാര്യങ്ങളും. പിന്നെ അതിന് തൊട്ടു പുറകെ ചിത്തൻ്റെ ആ എൻട്രി, ചിത്താടി പൊളിയായിരുന്നു ചക്കരെ. സൂപ്പറായിരുന്നു. ആ ഗുണ്ട വന്നിട്ട് ആദ്യം കാണിച്ച ആ ഒരു ആക്ട് തന്നെ സൂപ്പറായിരുന്നു. നമ്മൾ എങ്ങും കണ്ടിട്ടില്ലാത്തൊരു സാധനം. ദീപ്തി നന്നായിരുന്നു മോളെ. എനിക്ക് തോന്നുന്നു ഇന്ന് പിച്ച് ഇച്ചിരി കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ. വന്നിട്ട് അത് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ദീപ്തി മൊത്തത്തിൽ. അപ്പം അത് തന്നെ ദീപ്തിയുടെ ആ ഒരു എന്താണ് വളരെ ലൈവായിട്ടുള്ള ഒരു പെർഫോമൻസിനെ അത് ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് ടൈം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ ആയിരുന്നു. കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്ന സ്കിറ്റാണ്. കൂടുതൽ പൊട്ടിച്ചിരികളുമായിട്ട് നെക്സ്റ്റ് ടൈം പറഞ്ഞു. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക. നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ. ആ ഉള്ള സാധനം നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്തു. ചിത്തിന് അതേപോലെ ആ തുടക്കിയിട്ട് അടികിട്ടിയിട്ട് അവിടെ പോയി നിന്നുള്ള കരച്ചില്ല എല്ലാം കൊണ്ട് ഒരു കാർണിവലായിരുന്നു നിങ്ങൾ ചെയ്തത്. മൊത്തത്തിൽ ആംബിയൻസ് നമുക്ക് ആ എറണാകുളത്തായി രാത്രി 12 മണിക്ക് ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായി. കുറച്ചുകൂടെയൊക്കെ തമാശ ഉണ്ടായിരുന്നു. രസമായതിനെ കുറച്ചുകൂടെ. ഓൾ ദ ബെസ്റ്റ്. ജീവയ്ക്ക് ഒരു നന്ദി പറയാണ്. പറഞ്ഞു കൊടുത്തു, പെട്ടെന്ന് പഠിച്ചു, കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ആള് പറഞ്ഞു. അതിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാം തെറ്റിക്കുന്നുണ്ട്. എന്നാ പിന്നെ എമൗണ്ട് ഇങ്ങോട്ട് ഷാജൻ ചേട്ടാ. ഞാൻ ഇവർക്കൊരു 12,000 രൂപ കൊടുക്കും. 12,000 രൂപ. ഓക്കെ. നസീർക്ക. ഞാനൊരു 10,000 രൂപ കൊടുക്കും. ഓ, ടോട്ടൽ 22,000 രൂപ. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 40,000 രൂപ കിട്ടി. ഹാപ്പി ആയില്ലേ? 35,000 രൂപ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. 5,000 ഞാൻ എടുത്തു. അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. റൈറ്റ് ആയിട്ട്. ഓക്കെ, ബൈ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ആയിട്ടുള്ളൊരു ടീമാണ് വരാൻ പോകുന്നത്. ആണോ? കഴിഞ്ഞ 3 സ്കിറ്റിലും ഹാട്രിക് പഞ്ചടിച്ച ടീമാണ്. 2 സിൽവറും 1 ഗോൾഡും. ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം സെൽവരാജ്, ശ്യാം ആൻഡ് ദിനേശ്. ഹലോ അലയ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മളെ ജിമ്മിപ്പട്ടിയെ സിനിമയിലെടുത്ത്. ഓ, സന്തോഷമുള്ള കാര്യമല്ലേ? ഓ, നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ, ഒരു വെയിറ്റ് ഇരിക്കട്ടെ. പിന്നെ അവര് ഇന്ന് തന്നെ എന്റെ വീട്ടിൽ വരുമെന്നാ പറഞ്ഞേ, ജിമ്മി ഒന്ന് കാണാനേ. ഓക്കെ, ശരി. ഓക്കെ, സന്തോഷം. അറിയാം. നല്ല തുളസിയിൽ എടുക്കണം, മഞ്ഞൾ വെച്ച് ചാലിച്ച് ഒരൊറ്റ തേപ്പങ്ങ് തേക്കണം. എന്തിന് പുറംചൊറിയെന്ന് പറഞ്ഞു? പുറംചൊറിയെന്നല്ല പറഞ്ഞേ, ഞാൻ പ്രശസ്ത സംവിധായകൻ തന്നെ പട്ടിയെ കൊണ്ടുവന്ന പൊറിഞ്ഞും പറയും. അയ്യോ, സാറായിരുന്ന ഞാൻ വിട്ടിക്കോരാ. 2 മണി കഴിഞ്ഞ് കഴിച്ചാ പോരെ? എന്തോന്ന് ചട്ടിച്ചോറുണ്ടെന്ന് പറഞ്ഞു. ചട്ടിച്ചോറെന്നാണോ ഞാൻ പറഞ്ഞത്? എന്റെ പേര് ഇട്ടിക്കോരെന്നാണ് പറഞ്ഞത്. എന്താണ് പഗങ്ങനെ? ജവാന്റെ പെഗ്ഗാണെങ്കിൽ 60 രൂപ ആവും. വേറെ വല്ലതും മേടിക്കണേ ഭയങ്കര പൈസ എന്റെ കയ്യിൽ നിൽക്കൂല. എടോ, അതല്ലല്ലോ. പിന്നെ തന്റെ പട്ടി പഗ്ഗല്ലേ? പഗ്ഗാണ്. അതിന് എന്ത് കൊടുക്കും? അതിന് നമ്മൾ കഴിക്കുന്ന ചോറൊക്കെ കൊടുക്കും, അല്ലാതെ 10 സെന്റ് എഴുതി കൊടുക്കാൻ പറ്റും പട്ടിയല്ലേ? കയറുന്നതിന് മുമ്പ് അഹങ്കാരമല്ലേ? ഇവിടെ തന്നെ തപ്പി ഞാൻ എവിടെയൊക്കെ നടന്നറിയാം. താൻ കൊട്ടാരക്കര ഭാഗത്തും കൊണ്ടല്ലേ താമസിച്ചോണ്ടിരുന്നത്? പിന്നെ ഇവിടെ വന്ന് ഇപ്പൊ താമസിക്കുന്നേ? എന്റെ പൊന്നു സാറേ, എന്നെ അത് ഓർമ്മിപ്പിക്കരുത്. എന്റെ ഭാര്യ ഒരു അണ്ണാച്ചിലൂടെ ഒളിച്ചോടിപ്പോയി. അതുകൊണ്ട് ഞാൻ വീടും പെരടവും വിട്ടിട്ട് ഞാനും എന്റെ ജിമ്മിയും കൂടെ നേരെ ഇങ്ങ് വന്ന് താമസമാക്കി.
ഇവിടെ തന്റെ പെണ്ണുമ്പിള്ള വല്ലവനെ കൂടെ പോയെന്ന് പറയും താനെന്തിനാ ഈ വീടൊക്കെ വിറ്റിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നേ? ചിലപ്പോൾ അവള് വന്നാലാ ചിലവര് ഞാൻ തന്നെ കൊടുക്കണ്ടേ? ഓ ആ ബുദ്ധി വേണം മനുഷ്യന്. നല്ല മാപ്പിള, നല്ല മാപ്പിള. നിക്ക്, നിക്ക്, നിക്ക്. അയ്യോ എന്തോ അയ്യോ വന്നേ എന്തോന്നു അയ്യോ ഇവന്റെ ശല്യം ഒരു രക്ഷയില്ലല്ലോ അവനെ കൊണ്ട്. ആര് സാറേ? ഇവിടെ ഈ സിനിമയ്ക്കകത്തൊക്കെ ചാൻസ് ചോദിച്ചു നടക്കുന്നുണ്ട് കുണ്ടറ സത്യം. സത്യം കൊണ്ടുപോയി. സത്യം കൊണ്ടുവാ. എന്റെ പൊന്നേ, ദേ, അവന്റെ നമ്പർ ഇതുണ്ടോ? ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്ന സത്യൻ ഉണ്ടോന്ന്. ഉണ്ടോന്നാ? അവൻ എവിടെ ഉണ്ടോ അവിടെ ഞാൻ പോകത്തില്ല. ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം. എന്റെ സാർ അവന്റെ സാറിന് അറിഞ്ഞൂടെ? ഇവിടെ റോഡിന്റെ പണി നടന്നപ്പോഴത്തേക്ക് ഒരു ഉദ്യോഗസ്ഥൻ ക്യാമറ പോലെ സാധനം വെച്ചോണ്ട് നിന്നില്ലേ, അതിന്റെ ഫ്രണ്ട് ചെന്ന് അവൻ ചോദിക്കുകയാണ്, നിനക്ക് കൊടുപ്പെട്ട സംവിധായക എനിക്കൂടെ ഒരു ചാൻസ് തരുമെന്ന് പറഞ്ഞ് ചോദിച്ചവനാണ്. എങ്ങനെയുണ്ട്? അതാണ് അവനാണ് എന്നെ മിന്നായം പോലെ കണ്ടു കാണും. അതാണ് അവൻ എന്നെ ഇപ്പൊ വിളിച്ചത്. അവൻ പിടിക്കൂലേ പിന്നെ അവന് പിന്നെ എന്താ ജോലി? വെക്കണ്ട, ആരും ബഹളം വെക്കേണ്ട കാര്യമില്ല. സാറുമായിട്ട് നമുക്ക് സെൽഫി എടുക്കാം. സാറും ഞാനുമായിട്ടുള്ള ബന്ധം അത് വേറെയാണ്. സാറേ ഗുഡ് മോർണിംഗ് സാറേ. എടാ വാട്സപ്പിലുള്ള നിന്റെ ഗുഡ് മോർണിംഗ് മടുത്തട്ടാ ഞാൻ ഇവിടെ നേരിട്ട് വന്ന് പറയാൻ വന്നതാണ് ഗുഡ് മോർണിംഗ്. അല്ല സാറേ, ഇത് എന്റെ പയ്യനാ കേട്ടോ സാറേ. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിലെ എന്റെ കൂട്ടുകാരനാ. സാറിന് മനസ്സിലായില്ലേ? ഇവന്റെ പട്ടിയ സിനിമയിൽ എടുത്തേക്കുന്നു സാറ്. ഇവന് മനസ്സിലായില്ലേ? നിന്നെ തന്നെ മനസ്സിലായില്ല പിന്നെയല്ലേ അവനെ? ആരാ? അല്ല സാറേ, സാറിന്റെ ഒരു സിനിമയില്ലായിരുന്നു നമ്മുടെ വൈറ്റിലെ ഷൂട്ട് കിടന്ന അടയ്ക്കാക്കുരുവിക്ക് 6-ാം മാസം എന്ന് പറഞ്ഞ സിനിമ. എന്റെ 15-ാമത്തെ പടം. ആ സിനിമയിൽ ഞാൻ അവസരം ചോദിച്ചു വന്നപ്പോ സാർ എന്നെ ഒരു മടലിനടിച്ചു. ഇവിടെ ദാണ്ട് ഈ ദേഹത്തായിട്ട് ദാണ്ട് ഇവിടെ. ഓഹോ, ഒരു അവാർഡൊക്കെ കൊണ്ടു നടക്കണോ? അല്ല, ഇത് കൊണ്ടു കിടക്കണ്ടല്ലോ, അവിടെ കിടന്നോളൂ സാറേ. ഇത് അങ്ങനെ അന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് സാറേ. ആ സിനിമ നല്ല സിനിമയായിരുന്നു കേട്ടോ. നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് പേടിച്ചിങ്ങനെ വിറച്ചു. ഓ അയ്യോ, അത് ഹൊറർ സിനിമ അല്ലല്ലോ പേടിക്ക് വരക്കാൻ. ഒറ്റയ്ക്ക് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടാ പിന്നെ അല്ല, ആരെങ്കിലും വേണ്ട ഒരു സിനിമ എടുത്ത് വെച്ചേക്കുന്നു. സാറേ നായിക അതിലൊരു മെലിഞ്ഞൊരു കുട്ടിയല്ലേ സാറേ നായിക? നല്ല വെളുത്ത കുട്ടി. ഈ കുട്ടി സാറിനെ കന്നത്തടിച്ചു സാറേ. അയ്യോ, അങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന സംഭവല്ലേ? അതായത് എന്റെ കവിളത്തെ ഒരു കൊതുക് വന്നിരുന്നു. ആ കുട്ടി ഇങ്ങനെ കൊതുകിനെ തല്ലിക്കൊന്നു, അല്ലാതെ എന്നെ അടിച്ചതല്ല. അങ്ങനെ പറഞ്ഞ് വിവാദമായിട്ടുണ്ട് സംഭവം. കൊതുകിന്റെ കഥയൊക്കെ നല്ലതാ സാറാ. ഇപ്പൊ ആ നടിയുടെ 2 കൊച്ചുങ്ങൾക്ക് ചിലവിന് കൊടുക്കുന്ന ഒരു കിംബദന്തിയുണ്ട്. സംഭവം നടക്കട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൊതുകിന്റെ കഥയെല്ലാം നല്ലതാ. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ എന്റെ പട്ടി ഒരു കൊച്ചു സെലിബ്രിറ്റി അല്ലേ? ആയില്ലല്ലോ. ആവുമല്ലോ. അല്ല ആവുമല്ലോ സാറേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പട്ടിക്കും കൂടെ പോവാൻ വേണ്ടിട്ട് ഒരു തണുപ്പം വണ്ടി വേണം. തണുപ്പം വണ്ടിയോ? ഓ അതെന്നാ സാധനം തണുപ്പം മാറേ. ഒരു സിനിമാക്കാരനോട് സംസാരിക്കണം. അങ്ങനെ തണുപ്പം വണ്ടി അത് വേണ്ടേ നമുക്ക്? നാട്ടിലൊരു സിനിമാക്കാരുള്ളപ്പോ നിനക്ക് എന്റെ അടുത്ത് ചോദിച്ചോളൂ. ഇതൊക്കെ മറിഞ്ഞ് മനസ്സിലാക്കി വെക്കണ്ടേ? ഇതൊക്കെ ചോദ്യം പുള്ളി ഉദ്ദേശം വേറൊന്നുമില്ല. നമ്മൾ ഈ ഗോവയെന്നൊക്കെ ഈ മീനും കൊണ്ടുവരുന്ന വണ്ടി ഉണ്ടല്ലോ സാറേ, ഈ പിറകു വശത്തൊന്നും ഒരു സീറ്റും ഇല്ലാത്ത വണ്ടിയില്ലേ, നല്ല തണുപ്പ് കാഴ്ചയൊക്കെ ആയിട്ട് വരുന്ന വണ്ടി. ഈ സിനിമാക്കാര് കയറി ഒളിച്ചിരിക്കുന്ന സ്ഥലേ വാഗമൺ. തന്റെ പട്ടിയെ കൊണ്ടുവന്നത് ചുമ്മാ വെറുതെ ഒന്നുമില്ല. അങ്ങോട്ട് ഇട്ട് കൊടുക്കും, അറിയാമോ? ഒരു കാരണം വെച്ചാൽ അവൻ തിന്നൂല. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, മുട്ട പപ്സ് വെച്ചു കൊടുത്തോക്കാണ് അവൻ കപ്പി അടിക്കും. അവൻ ഇതൊക്കെ എന്റെ കുമാർ ഇത് എന്ത് സംസാരിച്ചത്? അവൻ തിന്നൂലിയാ. ഈ കാര്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കണ്ടേ? നാട്ടിലൊരു സിനിമാക്കാരുള്ളപ്പോ നിനക്ക് ചോദിച്ചൂടെ കാര്യങ്ങൾ? എന്തോ നീ പറഞ്ഞത്? മുട്ട പപ്സ്. സോറി സാറേ, ഈ കക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ലാലു അലക്സ് സാറിന്റെ അനിയനല്ലേ, VP അലക്സ്. നല്ല പൂച്ച കണ്ണൊക്കെ ആയിട്ട് നല്ല വെളുത്തൊരു സുന്ദര മനുഷ്യൻ. വന്നതും നിന്നതും എല്ലാം കണക്കാണ്. അല്ല അതല്ലേ സാർ ഉദ്ദേശിച്ച? അതല്ലേ പട്ടിയെ സിനിമയിലോട്ട് വിടും. സിനിമയെ പറ്റി എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ആക്ഷൻ കേട്ട് അറിയാവോ? അത് മനസ്സിലാക്കണം. അതെങ്കിലും മനസ്സിലാക്കണം. സാർ പറഞ്ഞു കേട്ടില്ല, അത് മനസ്സിലാക്കണം. കൊച്ചിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട്. അല്ല സാറേ, 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊരു സ്പൂണിലെടുത്ത് ഇങ്ങനെ കഴിക്കണം. എന്ത് രസമാണെന്നറിയോ? വലിച്ചൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതെന്തോന്നാ പാഷൻ ഫ്രൂട്ട് അല്ലേ സാറേ? നിനക്ക് പണ്ടൊരു സാധനം കിട്ടിയില്ല ഇവിടെ, അതിനും വേണോ? അല്ല സാറേ, അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല സാറ് നമ്മൾ അറിഞ്ഞൂടാത്ത പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ സാറേ നമ്മള്? അത് വേണം. തനിക്കെല്ലാം മനസ്സിലായില്ലല്ലേ? അല്ലല്ല, ഞാൻ നിസ്സാര ഒരു സിനിമയിലെ ആളല്ല. ഡയറക്റ്റാണ്, സംവിധാനമാണ്, പാട്ടൊന്നും രചയിതാവണം. എന്നെ മനസ്സിലായാലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. കുമാര സാറിനെ കുറിച്ച് നിനക്ക് അറിഞ്ഞു. സാർ ആരാന്നറിയോ? കഥ, രചന, സംവിധാനം, നടന്മാര് കഴിച്ചിട്ട് വെച്ചേക്കുന്ന സാധനങ്ങൾ, ആഹാരങ്ങൾ എടുത്തോണ്ട് പോയി ഒളിച്ചു വെച്ച് കഴിക്കും. പിന്നെ ഈ പെണ്ണുങ്ങളെ വിഗ് എടുത്തോണ്ട് പോയി സ്വന്തം പെണ്ണുപിള്ളയ്ക്ക് കൊടുക്കും. ഇതെല്ലാം ഉണ്ട്, എല്ലാം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാറിനെ പറ്റിയാണോ ഈ അനാവശ്യം പറയുന്നത്? അല്ല ഞാൻ മനസ്സിലാക്കണം. വീട്ടിൽ വന്നേക്കുന്ന ആരാന്ന്? എന്റെ കൺമുന്നിൽ പടാ. അല്ല സാർ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാര്യം പറഞ്ഞതേ ഉള്ളൂ. സാറേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മളെ ഈ ഹോളിവുഡിലെ നമ്മളെ കിങ്കാനയ്ക്ക് എത്ര ശമ്പളം വരും സാറേ? കിങ്കോനയോ? മറ്റേ ജിങ്കാന ഇല്ലേ അളിയാമല? സാറേ അത് വേറൊന്നും അല്ല, വിഷയമാക്കി എടുക്കണ്ട. ഈ വീട്ടിലെ പട്ടിക്ക്
പെട്ടെന്ന് സിനിമയിൽ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ പ്രജ്ഞ കട്ടായിട്ട് വന്ന ജിങ്കാനയാണ്. അത് വിഷയാക്കി എടുക്കണ്ട ജിങ്കാന. അങ്ങനെയല്ലേ ജിങ്കാന? ജിങ്കാനൊക്കെ അതെ ഷാരൂഖ് ഖാനാ ഉദ്ദേശിച്ചത്. അത് തന്നെ. ഷാരൂഖ് ഖാന് എത്ര രൂപ ശമ്പളം കൊടുക്കും നിങ്ങൾ? ശമ്പളം ഒന്നും കൊടുക്കത്തില്ല. പിന്നെ 3 പൊരിച്ച മീനും കൊടുക്കും. എന്താ അല്ല അങ്ങനെയൊന്നും പറയല്ല. എന്ത് സംസാരം സാറേ? ഷാരൂഖ് ഖാന്റെ ഭക്ഷണ രീതി ശമ്പളമൊക്കെയാണ് ചോദിക്കേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സാറേ? കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ കടിച്ചാ പൊട്ടാത്ത ഹിന്ദി പറയുന്ന കക്ഷിക്ക് എങ്ങനെയായാലും ഒരു 2000 രൂപയും ഒരു മപ്പാസെങ്കിലും കൊടുക്കണ്ടേ നമ്മള്? കൊടുക്കുന്നുണ്ടോ സാറേ? അല്ല ഞാൻ ചോദിച്ചതാണ് സാറേ. അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ജിത്തു സാർ വിളിക്കുന്നേ. എന്റെ പൊന്നെ സാറേ നമസ്കാരം ജിത്തു സാർ. ഞാന് ദൃശ്യം 3 സാറിനോട് അവസരം ചോദിച്ചായിരുന്നു. സാറുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുണ്ട്ര സത്യനോ? അയ്യോ എന്നെ ചോദിക്കുന്നു. എന്റെ അടുത്ത് പെടും സാറേ. ശരി ഓക്കെ ഞാൻ ചോദിക്കാം. ഈ പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് ഇല്ല. ഇല്ല ഇല്ല. ആ സാറേ വിദേശത്തായിരിക്കും. പാസ്പോർട്ട് ഇല്ല സാറേ. ഓക്കെ സാറേ. ഓക്കെ ശരി സാർ. സാറ് എന്താ എന്നെ അന്വേഷിച്ച എനിക്ക് അവസരവും? അത് വേറൊന്നും കൊണ്ടല്ല. ദൃശ്യം 3 ഷൂട്ടിങ്ങേ ഇവന്റെ ശല്യം കാരണം ഗൾഫിൽ വെച്ചാ. അപ്പൊ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല. അതുകൊണ്ട് പറഞ്ഞതാ വിളിച്ചത്. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചില്ലേ? സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച് സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു സീൻ എല്ലാം നല്ലതുപോലെ ചെയ്തു വന്ന സമയത്ത് സംഘടനം ഭയങ്കര അടിയടക്കുന്ന സീൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കണമെങ്കിൽ എനിക്ക് ഡൂപ്പ് വേണമെന്ന്. അത് വേണം പറയും നമ്മൾ പറയും മുഖത്ത് നോക്കി പറയും എനിക്ക് ഡൂപ്പ് ഉണ്ടെങ്കിലേ അഭിനയിക്കാൻ പറ്റുമെന്ന്. ആ ഡൂപ്പാണ് ഇപ്പൊ ആ സിനിമയിലെ നായകൻ. അവൻ നന്നായിട്ട് ചെയ്യുന്നു, എന്നെ കാട്ടി കിടിലായിട്ട് ചെയ്യുന്നു, നല്ല വേഷം ചെയ്യുന്നു. ഇവന് ഞാൻ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ജോലി വാങ്ങിച്ചു കൊടുത്താ അവൻ അവിടെ വന്നാ പോരെ. പിന്നെ എന്റെ കയ്യിൽ കാശും പോയി. അതെങ്ങനെയാണ് സാറിന്റെ കയ്യിലോ കാശ് കൊണ്ട് അവൻ ജോലി ചെയ്യുമ്പോ? ഡയറക്ടർ പാക്കപ്പ് എന്ന് പറയുമ്പോൾ ഉഗ്ര ഒരു പാക്കപ്പിൽ ഉണ്ടാക്കി വെച്ചോടെ. എന്റെ കയ്യിൽ നിന്ന് പൈസ പോയി. അല്ല ഞാൻ അപ്പോഴും സാറിന് മാത്രമേ എത്ര പുച്ഛമുള്ളൂ. ജോഷി സാറ് എന്നെ ഇന്നലെ 2 മണിക്കൂറാണ് ഞാനും സാറും തമ്മിൽ ഫോണിൽ സംസാരിച്ചത്. എന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത് വിടുമായിരുന്നു. ജോഷി സാർ വിളിച്ചിട്ട് ഇവൻ ഫോൺ കട്ട് ചെയ്തു. നല്ലൊരു സംവിധാനം വിളിക്കുമ്പോൾ എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നത്? പിന്നെ 2 മണിക്കൂർ നിർത്താതെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫോൺ ആദ്യം കട്ട് ചെയ്താൽ പോരായിരുന്നു. പുതുമ ഉണ്ടാന്ന് അറിയണമല്ലോ വിളിക്കുന്ന തെറിയിൽ. ഇത് എന്നും കേട്ടോണ്ടിരിക്കുമ്പോഴേ സാറേ നമുക്ക് ഈ ഷൂട്ടിന്റെ ഡേറ്റ് എന്നായിരിക്കും? അത് അടുത്ത മാസത്താ. ഈ അടുത്ത മാസം എന്ന് പറയുമ്പോൾ വലിയ പാടാണ് സാറേ. ഈ മാസം തന്നെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അടുത്ത മാസം കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത മാസം. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഈ കന്നിമാസമാണ്. പട്ടികൾ 4 വഴിക്ക് ഓടും. നമുക്ക് ഷൂട്ട് അടക്കുമ്പോൾ ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് അറിയാൻ പറ്റും. പിടിച്ചാൽ നിൽക്കൂല ഈ പട്ടികൾ. പട്ടി വെച്ചുള്ള പടമല്ലേ സാർ ചെയ്യുന്നത്? അതെ ശരിയാണ് കറക്റ്റ് ആണ് സാറേ. ആള് വിളിക്കുന്നുണ്ട് കേട്ടോ. മഹേഷ് വിളിക്കുന്നു ഒരു ആശംസ പറയാൻ വേണ്ടിട്ട്. കാരണം ഈ നാട്ടിൽ നമ്മുടെ അല്ല ഞാൻ പറയാൻ വേണ്ടി. ഹായ്, ഞാനിപ്പോ പൊറഞ്ചു സാറിന്റെ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അല്ല പൊറഞ്ചു സാറ് അടുത്തുണ്ട്. ആശംസ എന്ന് പറയുന്നത് കേശവപുരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ പൈൽസിന്റെ അസുഖത്തിന് ഓപ്പറേഷനായി കാത്തു കിടക്കുന്ന മഹേഷിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. അടിച്ച് പൊളിച്ചടിക്കുക, അടിച്ച് കേറി വാ മോനെ. ഓക്കെ സാർ. അയ്യോ വീഡിയോ കിട്ടിയില്ല. അല്ല സാർ വീഡിയോ കിട്ടിയില്ല സാർ. സാർ ഒന്ന് ഷൂട്ട് ചെയ്യൂ സാർ. ഇത് കിട്ടിയില്ല. ഞാനോ ഇത് വെച്ചെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്ത് എന്റെ മുഖം. ഹായ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ പൈൽസിന്റെ ഓപ്പറേഷന് വേണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പൈൽസിന്റെ ഓപ്പറേഷന് വേണ്ടി കിടക്കുന്ന മഹേഷിന് എല്ലാവിധ ആശംസ. നീ എന്താ പറയണമെന്ന് പറഞ്ഞു? ഇല്ല, അവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഹലോ. ഓക്കെ ആണോ? ശരി. അതെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്തൊരു പ്രശ്നം? പട്ടിയെ അഭിനയിക്കാൻ പറ്റത്തില്ല. ലൈസൻസ് ഉണ്ടോ പട്ടിക്ക്? ഇല്ല. അപ്പൊ പട്ടിയെ അഭിനയിക്കാൻ പറ്റത്തില്ല. അല്ല വേണമെങ്കിൽ എന്റെ ലൈസൻസ് തന്നാ പോരോ? ഞാൻ പട്ടിയെ ബൈക്ക് ഓടിക്കാൻ കൊണ്ടുപോകല്ല അവിടെ, അഭിനയിക്കാൻ കൊണ്ടുപോവാ. അതുകൊണ്ട് അത് നടക്കത്തില്ല. അയ്യോ അത് പിന്നെ എങ്ങനെ ഞാൻ தெரியும்? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. നീ മറ്റേ പായ്ക്കപ്പൽ ഉണ്ടാക്കുവോ? ഇല്ല ഒരു കാര്യം പറയുന്നതിന് ഇല്ല കുഴപ്പമില്ലല്ലോ. നല്ല അടിപൊളി ഒരു കൈഡി ചേട്ടാ. സെൽവൻ, ശ്യാം, ഡെനീഷ് നന്നായിരുന്നു. നല്ല തമാശകളും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. പക്ഷേ എവിടേക്ക് എന്തൊക്കെയോ ഒരു ഓർഡർ ആവാതെ കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പം എന്താണ് റിഹേഴ്സലിന്റെ കുറവാണോ? ഇല്ല, കുഴപ്പമില്ലായിരുന്നു, ചെയ്തായിരുന്നു. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ പൊസിഷൻസ് ഒക്കെ ഒരു കൺഫ്യൂഷൻ, നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. സാധാരണ അങ്ങനെ നിങ്ങളുടെ സ്കിറ്റിന് അങ്ങനെ വരാറില്ല. കറക്റ്റ് ആയിരിക്കും, പ്രോപ്പറായിട്ട് ആരെവിടെ നിൽക്കണം എന്നൊക്കെ നിങ്ങൾ ഫുൾ പ്ലാൻ ചെയ്തിട്ട് വരുന്നവരാണ്. പക്ഷെ ഇന്ന് അങ്ങനെ എന്തോ ഒരു സംഭവം പറ്റിയതുകൊണ്ട് അങ്ങനെ തോന്നിയതാണ്. റിഹേഴ്സലിൻ്റെ കുറവുണ്ടെന്ന് അതുകൊണ്ട് ചോദിച്ചാണ്. കഴിഞ്ഞതെല്ലാം ഗംഭീര പരിപാടികൾ കണ്ടതുകൊണ്ടായിരിക്കാം അത്ര ഒരു
പൊട്ടിച്ചിരികൾ ഇല്ലായിരുന്നെങ്കിലും മോശം സ്കിറ്റ് ആണെന്നല്ല അതിനർത്ഥം. പക്ഷേ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ പൊട്ടിച്ചിരികളും കാര്യങ്ങളുമായിട്ട് വരണം. പെട്ടെന്ന് ക്ലൈമാക്സ് ഒക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് അടിച്ച് തീർക്കാൻ വേണ്ടി ചെയ്ത പോലൊക്കെ ഒരു ഫീല് അങ്ങനെ വന്നു. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു ഷാൻ ചേട്ടാ. നസീർക്ക? പൊസിഷന്റെ കാര്യം ശ്യാമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ശ്യാമാണ് പല സ്ഥലങ്ങളിലും മാസ്കായി പോകുന്നത്. അത് ശ്രദ്ധിച്ചോണം. കാര്യം നമ്മുടെ ബാക്കിൽ ഒരാൾ നിൽക്കുന്ന എന്തേലും ഒരു ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്ക് ചേഞ്ച് ചെയ്ത് നിൽക്കാം നമുക്ക്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ ഇതൊരു ഒരു ചെറിയ സബ്ജക്റ്റ്, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ നേരെ ഇങ്ങോട്ട് മാറ്റി എന്നുള്ള ഡയറക്ടർ നേരെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നു. സംഭവം കൊള്ളാം, പട്ടിയ സിനിമയിലേക്ക് എടുത്ത ആ ഒരു സംഭവമൊക്കെയാണ്. തമാശകൾ ഈ പറയുന്ന പോലുള്ള തമാശകളില്ല. പിന്നെ സെൽവന്റെ ഒരു കളിശൈലി മാത്രമേ ഇതിൽ വന്നുള്ളൂ. വന്നെന്ന് പറഞ്ഞാൽ സെൽവൻ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ 4-1 ഇത് വന്നിട്ടുമില്ല. കാര്യം അത് മാറ്ററിൻ്റെയാണ്, സബ്ജക്റ്റിൻ്റെ അകത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാനായിട്ടില്ല. പക്ഷെ നമുക്കത് പോരാ. നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് ആ ലെവലിലുള്ളതെങ്കിലും അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്നതെങ്കിലും നമുക്കിവിടെ വേണം. അപ്പോൾ ഇത് മോശമാണെന്നല്ല, കുറച്ചുകൂടെ നല്ലതാകാമായിരുന്നു വേണമെങ്കിൽ, ഒന്നും കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സെവൻ, ശ്യാം, ദിനേശ് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതേ അഭിപ്രായമാണ്. എനിക്കും കൂടുതലൊന്നും പറയാനില്ല. എന്താ പറയുക, പെട്ടെന്ന് അങ്ങ് അടിച്ച് നിർത്തിയ പോലെ തോന്നി ചില സാധനങ്ങൾ. പിന്നെ എനിക്കൊന്ന് ഈ ദിനേഷിന് ഇച്ചിരി സ്പീഡ് കൂടിയോ ചില സാധനങ്ങൾ ലെജിബിൾ ആയി. അതായത് നല്ല കൗണ്ടറുകൾ എനിക്കും തോന്നി. ശ്യാം പറയുന്നുണ്ട്, പക്ഷെ അപ്പോൾ അതിന് മുമ്പുള്ള ഈ എന്താ പറഞ്ഞത് നമുക്ക് ലെജിബിൾ, അങ്ങനെ കുറേ സാധനങ്ങൾ മിസ്സായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ സ്കിറ്റുകളൊക്കെ ഈ ഷൂട്ടിംഗ് പരിപാടികൾ തന്നെ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ അത്രയും ആയിട്ടില്ല എന്ന് തോന്നുന്നു. അടുത്തതിൽ മെച്ചപ്പെടുത്തുക എന്ന് മാത്രമേ പറയാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോ ഷാൻ ചേട്ടാ മാർക്സ് കൊടുക്കാം. ഞാൻ ഇവർക്കൊരു 10,000 രൂപ. 10,000 രൂപ. നസീർക്ക? ഞാനൊരു 8,000 രൂപ കൊടുക്കും. 18,000 രൂപയായിട്ടുണ്ട് ടോട്ടൽ. ചേട്ടാ ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. ഓക്കെ, നല്ല അറിയാലോ. പിന്നെ അടുത്ത കിടിക്കാൻ മതി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. കോമഡി ഇത് ഐറ്റം വേറെ കഴിഞ്ഞു. ഇന്നത്തെ ഐറ്റങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് റെസ്റ്റിനുള്ള സമയമാണ്. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. തൃശ്ശൂർ നിങ്ങൾ എൻജോയ് ചെയ്തോ? എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇതിൽ ഉഷാറായിട്ടൊരു എപ്പിസോഡായിട്ട് നമുക്ക് തിരിച്ചു വരാം എന്ന ശുഭപ്രതീക്ഷയോടും കൂടി ഞാൻ പോകുന്നു. ഓക്കെ, അടുത്ത ദിവസം മടങ്ങി വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.